പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു നല്ല കിടിലൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെട്ടപ്പോൾ അനാമികയാണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം അനന്തപുരിയിൽ നിന്ന് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. പക്ഷേ ഇതേ സമയത്ത് ജാനകി ഇതിൻ്റെ പേരിൽ പലരെയും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അവിടെ എല്ലാവരും പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അനാമിക ഇതുപോലെ കള്ളത്തരങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി അവൾ ഈ വീട്ടിലേക്ക് തിരികെ വരുവാണെങ്കിൽ തന്നെ ഇതുപോലെ കള്ളത്തരങ്ങൾ പറയാനോ ഇനി കള്ളങ്ങൾ ആവർത്തിക്കാനോ പാടില്ല. അതിനുള്ള ഒരു താക്കീതാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ ജാനകി തയ്യാറല്ല കേട്ടോ. അതുപോലെ തന്നെ ഈ വിവരം അറിയുന്ന മൂർത്തി മുത്തശ്ശനാണെങ്കിൽ ദേവയാനിയോട് പറയുന്നുണ്ട്, അനാമിക ഈ വീട്ടിലെ ഇളയ കുട്ടിയാണ്, അവൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അതുകൊണ്ട് നീ തന്നെ വേണം അവളെ പോയി തിരികെ കൂട്ടിക്കൊണ്ട് വരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ്റെ വാക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റാതെ ദേവയാനിയാണെങ്കിൽ അനാമികനെ വിളിക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. പക്ഷേ അന്നേരം ആണെങ്കിൽ അനാമിക വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് മടക്കി അയക്കുന്നുണ്ട്. അങ്ങനെ മടങ്ങിയെത്തുന്ന ദേവയാനിയോട് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ടല്ലോ, എന്താ മോളെ അനാമിക നിൻ്റെ കൂടെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചതാണ്, പക്ഷേ അവൾ ഇപ്പോൾ വരുന്നില്ല എന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അനാമിക മടങ്ങി വരാത്തതിൽ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ അവർ അനിയെ വിളിച്ചിട്ട് പറയാണ്, നിൻ്റെ ഭാര്യ ഇവിടുന്ന് പിണങ്ങി പോയിട്ട് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു, എന്നിട്ട് നീ എന്താ മോനെ അവളെ ചെന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയാണ്, എന്തിനാ മുത്തശ്ശൻ ഞാൻ ചെന്ന് അവളെ വിളിക്കുന്നത്? അവളെ ആരും ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലല്ലോ, അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവൾ അപ്പോൾ തന്നെ അവളുടെ അച്ഛനും അമ്മയും വിളിച്ച് വരുത്തിയിട്ട് അവർക്കൊപ്പം ഇറങ്ങി പോവാറുണ്ട്. നമ്മളിങ്ങനെ തല താഴ്ത്തി കൊടുക്കുന്നത് കൊണ്ടാണ് മുത്തശ്ശി അവളും അവളുടെ വീട്ടുകാരും തുടർന്ന് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്ത് തെറ്റ് ചെയ്തെന്നാണ് മോനെ നീ ഈ പറയുന്നത്? അവൾ പ്രായത്തിൻ്റെ പക്വത കുറവ് കൊണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുവാണ്. ആ തെറ്റുകൾ അവളെ പറഞ്ഞു മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരികയാണ് മോനെ വേണ്ടത്. അല്ലാതെ അവൾ അവളുടെ വീട്ടിൽ നിന്നോട്ടെ എന്ന് കരുതി നീ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ബന്ധം വേർപിരിഞ്ഞ് പോവത്തേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ജാനകി പറയാണ്, അങ്ങനെ ബന്ധം വേർപിരിഞ്ഞ് പോവുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ ഈ മോൻ തന്നെയാണ്. പിന്നെ എങ്ങനെ അവളെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ അനിയോട് പറയാണ്, മോനെ വിവാഹത്തിന് മുമ്പ് നിനക്കൊരു പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലായിരുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ നിൻ്റെ വിവാഹം കഴിഞ്ഞു, അനാമികയാണ് നിൻ്റെ ഭാര്യ. ആ ബന്ധം വേർപെടുത്താനായിട്ട് ഞങ്ങൾ ആരും നിന്നോട് ആവശ്യപ്പെടില്ല, അതിന് ഞങ്ങൾ സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് നീ ഇപ്പം തന്നെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയണം. അപ്പോൾ അവൻ പറയാണ്, മുത്തശ്ശ ഒരുപാട് തവണയായി ഇവിടുന്ന് ഓരോ തവണ ഇറങ്ങി പോകുമ്പോഴും ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും ഇത്തവണ അവളെ ആരും ചെന്ന് കൂട്ടിക്കൊണ്ട് വരണ്ട. അവൾക്ക് തെറ്റുകൾ മനസ്സിലാക്കി നല്ല രീതിയിൽ തിരിച്ച് മടങ്ങി വരണമെന്ന് തോന്നുവാണെങ്കിൽ അവൾ വരട്ടെ, അപ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി മൂർത്തി മുത്തശ്ശനോട് പറയണം, അവൻ ഒരിക്കലും പോവില്ല, ഒരിക്കലും അവൻ അവളെ ചെന്ന് വിളിക്കില്ല. അവൻ എങ്ങനെയെങ്കിലും ഈ ബന്ധം വേർപെടുത്തിയിട്ട് ആ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നാണ്. പക്ഷെ അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം കേട്ടോ ജാനകി. അങ്ങനെ ജാനകി പോയതിന് ശേഷം മൂർത്തി മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയോട് പറയാണ്, ഓരോ ദിവസം കഴിയും തോറും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കൂടി വരുവാണല്ലോ, ഇതിനൊക്കെ എന്താ പരിഹാരം എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഇനിയിപ്പോൾ എന്തായാലും വരുന്നതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിക്കുന്നതല്ലാതെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കും പ്രായമായി വരികയല്ലേ എന്ന് ചോദിക്കാന്ന് കേട്ടോ. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയാണ്, അതും ശരിയാണ്, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇനിയും നമ്മളെ അനുസരിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ സ്വയം ആശ്വസിക്കുകയാണ് കേട്ടോ.